പ്രൈമറി സെക്ടറിൻ്റെ മറ്റൊരു പേരാണ് അഗ്രികൾച്ചർ സെക്ടർ. പ്രാഥമിക മേഖല, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലെ പ്രാഥമിക മേഖല എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യം 1929 ആരംഭിക്കുമ്പോൾ പതിനായിരക്കണക്കിന് ജനങ്ങൾ അങ്ങ് ന്യൂയോർക്കിലെ വാൾ സ്ട്രീറ്റ് തെരുവീതിയിൽ ഒത്തുകൂടിയ വാൾ സ്ട്രീറ്റ് പ്രക്ഷോഭം എന്ന് പറയുന്ന പ്രക്ഷോഭം അരങ്ങേറുന്നതും 1929 എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സോഷ്യൽ സയൻസ് അധ്യാപക വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. അതൊരു ഉപരിവിപ്ലവമല്ല, മറിച്ച് ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ഇവിടെ ഞാൻ നിങ്ങളോടായി ചില ടോപ്പിക്കുകൾ പറയുന്നുണ്ട്. ആ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളുമായി ഇനിയും ഞാൻ ഇവിടെ ഉണ്ടാകാം. ഇന്ന് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്ന ഒരു ആശയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് വലിപ്പത്തിൽ 7-ാം സ്ഥാനമുള്ള ഒരു രാജ്യമാണ്. വലിപ്പത്തിൽ 7-ാം സ്ഥാനമുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ജനസംഖ്യ എന്ന് പറയുന്ന ഒരു വിഭവം ഉൾപ്പെടെ അനവധിയായിട്ടുള്ള വിഭവങ്ങളുണ്ട്. ആ വിഭവങ്ങളുമായി ബന്ധപ്പെട്ട ആസൂത്രണം ഏതൊരു കാലത്തും നടത്തേണ്ടതിൻ്റെ ആവശ്യകതയുമുണ്ട്. അങ്ങനെ ഇന്ത്യ മഹാരാജ്യം ഒരു കാലഘട്ടത്ത് അതിൻ്റെ ആത്മാവെന്ന് വിശേഷിപ്പിച്ച ആസൂത്രണം എന്ന് പറയുന്ന ഒരു മേഖലയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, പഞ്ചവത്സര പദ്ധതികളായിരുന്നു. നമുക്ക് ആദ്യം ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ പോലെയുള്ള ആസൂത്രണ പദ്ധതികൾ നടപ്പിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാം. അതിനായി ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇന്ത്യയിൽ എന്ത് ഉണ്ട് എന്നുള്ളതാണ്. ദ ഇന്ത്യൻ എക്കോണമി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 എക്കണോമിക് സെക്ടേഴ്സ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ നമുക്ക് 3 മേഖലകളായി തരംതിരിക്കാം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ നമുക്ക് 3 മേഖലകളായി തരംതിരിക്കാം. അതിൽ ഒന്ന് പ്രാഥമിക മേഖല, പ്രൈമറി സെക്ടർ. രണ്ടാമത്തത് സെക്കൻഡറി മേഖല, ദ്വിതീയ മേഖല, സെക്കൻഡറി സെക്ടർ. മൂന്നാമത്തത് ടേർഷ്യറി സെക്ടർ, തൃതീയ മേഖല എന്ന് പറയും. പ്രൈമറി കഴിഞ്ഞാൽ സെക്കൻഡറി ആണെന്നും സെക്കൻഡറി കഴിഞ്ഞാൽ ടേർഷ്യറി ആണെന്നും കുട്ടിക്കാലം മുതലുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എങ്കിലും എന്താണ് പ്രാഥമികം, എന്താണ് ദ്വിതീയം, എന്താണ് തൃതീയം, ഈ 3 മേഖലകൾ സമ്പദ് വ്യവസ്ഥയിൽ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു എന്ന് നിങ്ങൾ ഇനി കൃത്യമായും ഉദാഹരണ സഹിതം പഠിച്ചിരിക്കണം. ഇന്ത്യ ഈസ് ബേസിക്കലി an agrarian country. Majority of the people of India depend their livelihood is the pattern of agriculture. ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. ഇന്ത്യയിൽ ഏകദേശം 55% ജനങ്ങളും അവരുടെ ഉപജീവനമായി സ്വീകരിച്ചിരിക്കുന്ന തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയാണ്. ആ കൃഷിയും അതുപോലെ തന്നെ വനപരിപാലനവും അതുപോലെ തന്നെ ഖനനവും അതുപോലെ തന്നെ മീൻപിടുത്തവും എല്ലാം ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ തൊഴിൽ ചെയ്യുന്ന മേഖല കൂടിയാണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രാഥമിക മേഖലയിൽ വരുന്നത്? പ്രകൃതി വിഭവങ്ങൾ വരും, കൃഷി വരും, ഖനനം വരും, മീൻപിടുത്തം വരും, വനപരിപാലനം വരും. ഇതെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ അത് കൃഷിയാണ്. അതുകൊണ്ട് തന്നെ പ്രാഥമിക മേഖലയെ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും കാർഷിക മേഖല എന്ന്. പ്രൈമറി സെക്ടറിൻ്റെ മറ്റൊരു പേരാണ് അഗ്രികൾച്ചർ സെക്ടർ. പ്രാഥമിക മേഖല, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലെ പ്രാഥമിക മേഖല എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്. ഇനി പ്രകൃതി വിഭവങ്ങളുമായി ബന്ധപ്പെട്ട മേഖല എന്ന് പറയുന്നത് അത് പ്രാഥമിക മേഖലയാണ്. അപ്പോൾ പ്രകൃതി വിഭവവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇപ്പോൾ കൃഷിയിടം, മണ്ണിനം എന്ന് പറയുന്നത്, മണ്ണെന്ന് പറയുന്നത് ഒരു പ്രകൃതി വിഭവമാണ്. അതുപോലെ തന്നെ ഖനനം ചെയ്യുന്ന ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രകൃതി വിഭവമാണ്. മത്സ്യസമ്പത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും വനപരിപാലനം ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തെ പ്രാഥമിക മേഖലയിലാണ് വരുന്നത്. ഇനി രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ പ്രാഥമിക മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർ, റെഡ് കോളർ ജോബ് ചെയ്യുന്നവർ എന്നുകൂടി വേണമെങ്കിൽ പറയാം. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ മേഖലയാണ് ഏത്? ദ്വിതീയ മേഖല അഥവാ വ്യാവസായിക മേഖല എന്ന് പറയുന്നത്. ദ്വിതീയ മേഖല അഥവാ വ്യാവസായിക മേഖല എന്ന് പറയുന്നത് അത് രണ്ടാമത്തെ മേഖലയാണ്. ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് നിർമ്മാണമാണ്. നിർമ്മാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ആണ്. അപ്പോൾ നിർമ്മാണമാണ് തൃതീയ മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. എന്തൊക്കെ? വൈദ്യുതി നിർമ്മാണം, അതുപോലെ തന്നെ ജലസേചനം, അതുപോലെ തന്നെ
വ്യവസായം, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ പറയുന്ന ദ്വിതീയ മേഖല എന്ന് പറയുന്ന മേഖല. അപ്പോൾ ദ്വിതീയ മേഖലയിലാണ് വ്യവസായം വരുന്നത്, ദ്വിതീയ മേഖലയിലാണ് നിർമ്മാണം വരുന്നത്. കെട്ടിട നിർമ്മാണം വരാം, വൈദ്യുതി നിർമ്മാണം വരാം, ജലസേചനം വരാം. എൻ്റെ മക്കളെ, കഴിഞ്ഞതിൻ്റെ അങ്ങേ UPSC എക്സാമിനേഷന് കേരള PSC ചോദിച്ചൊരു ചോദ്യമാണ് ജലസേചനം എന്ന് പറയുന്നത്. ഇനി HSA പരീക്ഷയ്ക്ക് തന്നെ കേരള PSC ചോദിച്ചിട്ടുള്ളതാണ് ഖനനം എന്ന് പറയുന്നത്. ഈ ഖനനം ഏത് മേഖലയിലാണ് എന്ന് ചോദിക്കാം, ജലസേചനം ഏത് മേഖലയിലാണ് എന്ന് ചോദിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്, ഇവിടെ ആദ്യം നിങ്ങൾ ചോദ്യങ്ങളായി കരുതേണ്ടത് ഈ പറയുന്ന ഉദാഹരണങ്ങൾ ഏത് മേഖലയിൽ പെടുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ മേഖലയിലേക്ക് പോകാം. തൃതീയ മേഖല എന്നാണ് പറയുന്നത്. തൃതീയ മേഖലയുടെ മറ്റൊരു പേരാണ് സേവന മേഖല എന്ന് പറയുന്നത്. തൃതീയ മേഖലയുടെ മറ്റൊരു പേരാണ് സേവന മേഖല എന്ന് പറയുന്നത്. ബാങ്ക് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ആശുപത്രി ഉണ്ട്. ഇവിടെ എല്ലാം വൈറ്റ് കോളർ ജോബുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ടാണ് വരുമാനം ഉണ്ടാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് തൃതീയ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ പ്രാഥമിക മേഖല നമ്മൾ പരിചയപ്പെട്ടു, ദ്വിതീയ മേഖല നമ്മൾ പരിചയപ്പെട്ടു, തൃതീയ മേഖല നമ്മൾ പരിചയപ്പെട്ടു. സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്തെ ദേശീയ വരുമാനം എന്ന് പറയുന്നത് ഈ ഗണത്തിലാണ്. നമ്മുടെ ദേശീയ വരുമാനത്തിൽ സാധാരണഗതിയിൽ വരുന്നത് 50-ലും 55-ലും കൂടുതൽ എന്നൊക്കെ നമുക്ക് പല വർഷങ്ങളിൽ മാറി വരാറുണ്ട്. എന്താണ് ഈ 50 എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ GDP-യിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന സാമ്പത്തിക മേഖല ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സേവന മേഖലയാണ്. എപ്പോഴും 50% വെച്ച് കൺസിഡർ ചെയ്ത് നിങ്ങൾ അങ്ങ് ഓർത്തു വെക്കുക. ഇനി ഇന്ത്യൻ GDP-യിലാണെങ്കിലും കേരള SDP-യിലാണെങ്കിലും, SDP എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നാണ്. കേരള സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിലാണെങ്കിലും ഇന്ത്യൻ GDP-യിലാണെങ്കിലും ദ ഹയസ്റ്റ് കോൺട്രിബ്യൂട്ടിംഗ് സെക്ടർ എന്ന് പറയുന്നത് തൃതീയ മേഖലയാണ്. ഏറ്റവും ഉയർന്ന സംഭാവന നൽകുന്ന മേഖല എന്ന് പറയുന്നത് തൃതീയ മേഖലയാണ് അല്ലെങ്കിൽ സേവന മേഖലയാണ്. ഇനി ബാക്കിയുള്ള 30% എന്ന് പറയുന്നത് അല്ലെങ്കിൽ 30% നമ്മൾ ആഗ്രിഗേറ്റ് ആയിട്ട് കണക്കാക്കുന്നത് വ്യവസായ മേഖലയാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഘടകം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ നാളുകളിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിന്റെ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ളത് കാർഷിക മേഖലയായിരുന്നു. പിന്നീട് അത് വ്യാവസായിക മേഖലയിലേക്ക് മാറി. എന്നാൽ ഇന്ന് അത് സേവന മേഖലയാണ്. ഇന്ത്യൻ ദേശീയ വരുമാനം എടുത്താലും ഇന്ത്യയുടെ GDP എടുത്താലും കേരളത്തിന്റെ SDP എടുത്താലും ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മേഖല ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും, അത് നമ്മുടെ സേവന മേഖലയാണ്. അപ്പോൾ ആ മേഖല, ഈ 3 മേഖലകൾ നമ്മുടെ രാജ്യത്തുണ്ട് എങ്കിൽ ഈ 3 മേഖലകളെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല. ഈ 3 മേഖലകളിലും രാജ്യത്ത് വികാസം ഉണ്ടാകണം. ഈ 3 മേഖലകളിലും രാജ്യത്തിന് വികസനം ഉണ്ടാകണം. ഈ 3 മേഖലകളിലും വികാസം ഉണ്ടാകണമെങ്കിൽ ഈ രാജ്യത്ത് കൃത്യമായി ആസൂത്രണം നടക്കണം. ഈ രാജ്യത്ത് ആസൂത്രണം നടക്കണം. അങ്ങനെ ഇന്ത്യയിൽ ഒരു ആസൂത്രണം ഉണ്ടായിരുന്നു 2015 വരെ. 2014 ഡിസംബർ 31 വരെയും കൃത്യമായ ഒരു ഏജൻസിയും അതിനുവേണ്ടി പണിയെടുത്തു. എന്നാൽ ആ ഏജൻസി പണിയെടുത്ത ആ ഒരു ആസൂത്രണത്തിന് പറയുന്ന പേരാണ് പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നത്. ഈ പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് അങ്ങ് USSRൽ നിന്നാണ്. USSR എന്ന് പറയുന്ന ആ രാജ്യത്ത് അന്ന് പഞ്ചവത്സര പദ്ധതികൾ ആദ്യമായി നടപ്പിലാക്കിയത് ജോസഫ് സ്റ്റാലിൻ എന്ന് പറയുന്ന ഭരണകർത്താവാണ്. The concept of 5-year plan was first introduced in USSR, that was initiated by Joseph Stalin in 1928-29. 1928-29 ലോക ചരിത്രത്തിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം നടപ്പിലാക്കിയത് റഷ്യ എന്ന് പറയുന്ന ഇന്നത്തെ പഴയ USSRലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും USSRൽ നിന്നും കടമെടുത്ത ആശയമാണ് പഞ്ചവത്സര പദ്ധതികൾ. USSRൽ നിന്നും കടം കൊണ്ട ആശയമാണ് പഞ്ചവത്സര പദ്ധതികൾ. ഇന്ത്യ പഞ്ചവത്സര പദ്ധതികൾക്ക് മാതൃകയാക്കിയിരുന്ന രാജ്യം USSR ആണ്. അപ്പോൾ USSRൽ 28-29 പഞ്ചവത്സര പദ്ധതികൾ നടക്കുന്ന സമയത്താണ് ഇന്ത്യയിൽ ഒരു എഞ്ചിനീയർ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കർണാടകക്കാരനായിട്ടുള്ള ഒരു എഞ്ചിനീയർ, വളരെ മിടുക്കനും സമർത്ഥനുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. 1934 അദ്ദേഹം ഒരു
പുസ്തകം രചിക്കുകയാണ്. ആ പുസ്തകത്തിന്റെ പേര് പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ എന്നാണ്. ആ പുസ്തകം രചിക്കുന്നത് 1934 ഈ 1934 ഇദ്ദേഹം പുസ്തകം എഴുതാൻ ഇദ്ദേഹത്തിന് പ്രചോദകരമായ മറ്റൊരു സംഭവം കൂടിയുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. 1930 ദ ഗ്രേറ്റ് എക്കണോമിക് ഡിപ്രഷൻ എന്ന് പറയും. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യം, 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യം ആരംഭിക്കുന്നത് 1929 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യം 1929 ആരംഭിക്കുമ്പോൾ പതിനായിരക്കണക്കിന് ജനങ്ങൾ അങ്ങ് ന്യൂയോർക്കിലെ വാൾ സ്ട്രീറ്റ് തെരുവീതിയിൽ ഒത്തുകൂടിയ വാൾ സ്ട്രീറ്റ് പ്രക്ഷോഭം എന്ന് പറയുന്ന പ്രക്ഷോഭം അരങ്ങേറുന്നതും 1929 1929 അരങ്ങേറിയ ആ വാൾ സ്ട്രീറ്റ് പ്രക്ഷോഭത്തെ തുടർന്ന് ലോകത്തുണ്ടായ ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യമാണ് 1930 ദ ഗ്രേറ്റ് എക്കണോമിക് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്നത്. ആ സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം ഏതൊരു രാജ്യവും സാമ്പത്തികമായി സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ കൃത്യമായ ആസൂത്രണത്തിന്റെ ആവശ്യകത എന്ന് കൃത്യമായും മനസ്സിലാക്കണം. അങ്ങനെയാണ് 1934 പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിക്കുന്നത്. ഈ പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ച എം വിശ്വേശ്വരയ്യ എന്ന് പറയുന്ന മഹാരഥനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഒന്നുകൂടി പറയുന്നു, എം വിശ്വേശ്വരയ്യ എന്നാണ്. എം വിശ്വേശ്വരയ്യ എന്ന മഹാരഥനായിട്ടുള്ള വ്യക്തിയാണ് ഇന്ത്യയിൽ ആസൂത്രണത്തിന്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായ വശങ്ങളെ ഇന്ത്യ ദേശീയ നേതാക്കന്മാരുടെ മുന്നിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തെ അക്ഷരം തെറ്റാതെ ഇന്ത്യൻ ചരിത്രകാരന്മാർ വിളിച്ചു ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവെന്ന്. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ 1776 ഇത് 2016 HSAയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1776 ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഏത് വർഷമാണ് വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകം രചിച്ചത്, പബ്ലിഷ് ചെയ്തത് എന്നുള്ളതാണ്. ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ 1776 രചിക്കപ്പെട്ടു. 1776 അത് രചിച്ചത് മറ്റാരുമല്ല, വെൽഫെയർ എക്കോണമിസ്റ്റ് ആയിട്ടുള്ള ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ് എക്കണോമിക്സിന്റെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആഡം സ്മിത്ത് ആണ്. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിശ്വേശ്വരയ്യ ആണ്. പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം ആരുടേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എം വിശ്വേശ്വരയ്യയാണ്. ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ ആരുടേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആഡം സ്മിത്ത് ആണ്. എന്നാൽ ഇന്ത്യ ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യക്കും പറയാനുണ്ട് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനെ. ബ്രിട്ടീഷ് എന്ന് പറയുന്ന സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകൾ ഇന്ത്യയിൽ വന്നു. ഇന്ത്യയുടെ വിഭവങ്ങൾ അങ്ങ് ബ്രിട്ടനിലേക്ക് ഒഴുക്കി എന്നാണ് പറയുന്നത്. ഒഴുക്കുക എന്ന് പറയുന്നത് ഒരു ബക്കറ്റ് വെള്ളം എടുത്തങ്ങ് ഒഴിച്ചാൽ ഒഴുകി പോകുന്നതല്ല, മറിച്ച് അഭൗമമായ സമ്പത്ത് ഈ രാജ്യത്ത് നിന്ന് വെള്ളക്കാരൻ ചൂണ്ടിക്കൊണ്ട് പോയെന്ന് കാണിക്കുന്ന ചോർച്ച സിദ്ധാന്തത്തിന്റെ ഡ്രൈനേജ് തിയറിയുടെ ഉപജ്ഞാതാവായ ഒരു മഹാരഥനായ വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേരാണ് ദാദാഭായ് നവറോജി. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നു. അപ്പോൾ ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം വിശ്വേശ്വരയ്യ. ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്ന് ചോദിച്ചു ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആഡം സ്മിത്ത് ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ്, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദാദാഭായ് നവറോജിയാണ്. എന്നാൽ ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യലാബ്ധിക്ക് ശേഷം ഏറ്റവും വലിയ മാറ്റമുണ്ടാകുന്നത് 1991 ന്യൂ എക്കണോമിക് പോളിസി അഥവാ പുത്തൻ സാമ്പത്തിക നയം എന്ന ഏറ്റവും ആധികാരികമായ ഒരു നയത്തിലൂടെയാണ്. 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി PV നരസിംഹറാവു. ദക്ഷിണേന്ത്യക്കാരനായിട്ടുള്ള ആ പ്രധാനമന്ത്രിയെ ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവായി അറിയപ്പെടുന്നു. അപ്പോൾ ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക് റിഫോംസ് എന്നറിയപ്പെടുന്നത് അത് PV നരസിംഹറാവു ആണ്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആഡം സ്മിത്ത് ആണെങ്കിൽ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ദാദാഭായ് നവറോജി ആണെങ്കിൽ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് എം വിശ്വേശ്വരയ്യ ആണെങ്കിൽ ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവ് അത് നരസിംഹറാവു ആണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാഭായ് നവറോജിയാണ് എങ്കിൽ പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്
എം വിശ്വേശ്വരയ്യ ആണ് എങ്കിൽ വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകം രചിച്ചത് ആഡം സ്മിത്ത് ആണ് എങ്കിൽ ദ ഇൻസൈഡർ എന്ന ഗ്രന്ഥം രചിച്ചത് അത് മറ്റാരുമല്ല പി വി നരസിംഹറാവു ആണ്. ചരിത്രത്തിന്റെ താളുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും പ്രഥമ ഗണനമായി കൺസിഡർ ചെയ്യേണ്ട ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ് ഞാൻ ഇനി നിങ്ങളോട് പറയാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, 1938 അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. എന്നാൽ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന സുഭാഷ് ചന്ദ്രബോസ് 1938 ഒരു കമ്മിറ്റിക്ക് രൂപം നൽകുന്നു. ആ കമ്മിറ്റിയുടെ പേരാണ് പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി, ദേശീയ ആസൂത്രണ സമിതി. 1938 ദേശീയ ആസൂത്രണ സമിതി ഇന്ത്യയിൽ ഏത് തരത്തിലുള്ള ആസൂത്രണം നടപ്പിലാക്കണം, എങ്ങനെയായിരിക്കണം, ഏതൊക്കെ മേഖലകളെ അതിനകത്ത് ഉൾപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കാൻ ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും സാർവദേശീയമായ സംഘടനയായിട്ടുള്ള INC നിയമിച്ച ആ കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിനെയാണ്. അപ്പോൾ ചോദ്യങ്ങൾ രണ്ടാണ് ആ മേഖലയിൽ നിന്ന്. 1938 നിയമിക്കപ്പെട്ട ദേശീയ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ഏത് വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ ആസൂത്രണ സമിതിയെ നിയമിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1938 1938 നിയമിക്കപ്പെട്ട ജവഹർലാൽ നെഹ്റു കമ്മീഷൻ പഠനം നടത്തിക്കൊണ്ടിരുന്നു. പഠനം നീണ്ടുപോവുകയും ചെയ്തു. 1944 സർ അർദേശ്വർ ദലാലിന്റെ നേതൃത്വത്തിൽ പ്ലാനിംഗ് ആൻഡ് എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു സമിതി രൂപീകരിക്കുകയാണ്, ഒരു വകുപ്പ് രൂപീകരിക്കുകയാണ്. 1944 സർ അർദേശ്വർ ദലാലിന്റെ അധ്യക്ഷതയിൽ ആസൂത്രണ വികസന വകുപ്പ് രൂപീകരിച്ചു. ആസൂത്രണ വികസന വകുപ്പ് രൂപീകരിക്കുന്നത് 1944 1938 ദേശീയ ആസൂത്രണ സമിതി രൂപീകരിക്കുന്നത്. എന്നാൽ അതിനുശേഷം 1946 സ്വാതന്ത്ര്യത്തിന് ഒരു വർഷം മുമ്പ് 1946 ഇന്ത്യയിൽ ദേശീയ ആസൂത്രണ ഉപദേശക സമിതി എന്ന് പറയുന്ന ഒരു സമിതി വരുന്നു, പ്ലാനിംഗ് അഡ്വൈസറി ബോർഡ്. ഒരു കാരണവശാലും മാറ്റിവെക്കാൻ കഴിയാത്ത ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. 1946 ആസൂത്രണ ഉപദേശക സമിതി വരികയാണ്. 38 ദേശീയ ആസൂത്രണ സമിതി, 44 സാമ്പത്തിക ആസൂത്രണ വകുപ്പ്, 46 ദേശീയ ഉപദേശക സമിതി. ആസൂത്രണ സമിതി 1946 രൂപീകരിക്കുന്നു. ഈ 1946 രൂപീകരിച്ച ഈ ദേശീയ ആസൂത്രണ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ ഏകദേശം 60 വർഷത്തിലധികം ആസൂത്രണം നടത്തിയ, ഇന്ത്യയിൽ ഏകദേശം 60 വർഷത്തിലധികം ഇന്ത്യയുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് ആസൂത്രണം നടത്തിയ ആസൂത്രണ കമ്മീഷനെ ശുപാർശ ചെയ്യുന്നത്. 1946 ആസൂത്രണ ഉപദേശക സമിതിയാണ് ആസൂത്രണ കമ്മീഷനെ ശുപാർശ ചെയ്യുന്നത്. 3 വർഷങ്ങൾ കൃത്യമായും നിങ്ങൾ ഓർത്തു വെക്കുക. 1938 ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ചു. 1944 അർദേശ്വർ ദലാലിന്റെ നേതൃത്വത്തിൽ സാമ്പത്തിക ആസൂത്രണ വകുപ്പ് രൂപീകരിച്ചു. 1946 ആസൂത്രണ ഉപദേശക സമിതി രൂപീകരിച്ചു. എന്നാൽ സ്വാതന്ത്ര്യ ലാബ്ധിക്ക് ശേഷം 1947 എക്കണോമിക് പ്ലാനിംഗ് കമ്മിറ്റി അഥവാ EPC എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയമിക്കുകയും അതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ജവഹർലാൽ നെഹ്റുവിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ 1947 EPC എന്ന് പറയുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചു. 1938 ദേശീയ ആസൂത്രണ സമിതി, 1944 വകുപ്പ്, 1946 ആസൂത്രണ ഉപദേശക സമിതി, 1947 EPC എക്കണോമിക് പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി. സോ ദീസ് ആർ ദ ഫണ്ടമെന്റൽ ആൻഡ് മോസ്റ്റ് historical incidents and events and concepts related to the formation of the greatest planning commission of India. അങ്ങനെ ഇന്ത്യയിൽ ദേശീയ ആസൂത്രണ ഉപദേശക സമിതിയുടെ സഹായത്താൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. ഈ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നതിന് മുമ്പ് നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഇന്ത്യൻ ആസൂത്രണത്തിന് വേണ്ടി ശുപാർശ ചെയ്യപ്പെട്ടു. അതിൽ ഒന്നാണ് ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. 1944 പുരുഷോത്തം ദാസ് താക്കൂർദാസ്, JRD ടാറ്റ, GD ബിർള തുടങ്ങിയ ബോംബെയിലെ 8 പ്രമുഖ വ്യവസായികൾ ബോംബെയിലെ 8 പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ ബോംബെ പ്ലാൻ എന്ന ഒരു വർഷ പദ്ധതി വരികയാണ്. അപ്പോൾ അത് സജസ്റ്റ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഇത് പ്രാധാന്യം കൊടുത്തത് വ്യവസായത്തിനാണ് എന്ന്
ചിന്തിക്കാൻ തന്നെ നമുക്ക് കഴിയും. സ്വാഭാവികമായി മനസ്സിലാക്കുക, ബോംബെ പ്ലാൻ ഒരു വ്യാവസായിക പദ്ധതിയായിരുന്നു. 1944 തന്നെ മറ്റൊരു പദ്ധതി ഇനിഷ്യേറ്റ് ചെയ്യപ്പെട്ടു. അത് മറ്റൊന്നുമല്ല, ഗാന്ധിയുടെ തത്വങ്ങളിൽ അധിഷ്ഠിതമായ, ഗാന്ധിയൻ പ്രിൻസിപ്പിളിൽ അധിഷ്ഠിതമായ ഗാന്ധിയൻ പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി. 1944 ഈ ഗാന്ധിയൻ പ്ലാന്റെ ഉപജ്ഞാതാവ് നാരായണ അഗർവാൾ ആണ്. ശ്രീമാൻ നാരായണ അഗർവാളിന്റെ നേതൃത്വത്തിൽ ഗാന്ധിയൻ പദ്ധതി 1944 നാരായണ അഗർവാളിന്റെ ഗാന്ധിയൻ പ്ലാൻ. ഈ നാരായണ അഗർവാളിന്റെ ഗാന്ധിയൻ പ്ലാന് ശേഷം ഇനി മറ്റൊരു കോൺസെപ്റ്റ് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവരുത്. എന്നാൽ ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയം ആരുടേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ JC കുമരപ്പയാണ്. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയം ആരുടേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ JC കുമരപ്പയാണ്. ഇനി ഒരെണ്ണം കൂടി നമ്മൾ പറയാൻ വിട്ടുപോയി. 1945 ജനകീയ പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ട്. 1945 ജനകീയ പദ്ധതി, അതായത് പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ട്. ആ പദ്ധതി അത് മറ്റാരുമല്ല, MN റോയ് ആണ്. അപ്പോൾ ബോംബെ പ്ലാൻ ഉണ്ട്, ഗാന്ധിയൻ പ്ലാൻ ഉണ്ട്, ജനകീയ പദ്ധതി പീപ്പിൾസ് പ്ലാൻ ഉണ്ട്. MN റോയുടെയാണ് ഗാന്ധിയൻ ജനകീയ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ 38 നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി, 44 ഡിപ്പാർട്ട്മെന്റ്, 46 അഡ്വൈസറി ബോഡി, 47 EPC, 50 ആസൂത്രണ കമ്മീഷൻ. ഇവിടെ നോക്കുക, വീണ്ടും നമ്മളൊന്ന് പുറകിലോട്ട് പോയി. 44 ബോംബെ പ്ലാൻ ആരൊക്കെ ചേർന്നാണ്? പുരുഷോത്തം ദാസ്, താക്കൂർ ദാസ്, JRD ടാറ്റ, GD ബർല തുടങ്ങിയ 8 പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ ബോംബെ പദ്ധതി, നാരായണ അഗർവാളിന്റെ ഗാന്ധിയൻ പദ്ധതി, MN റോയുടെ പീപ്പിൾസ് പ്ലാൻ ജനകീയ പദ്ധതി ആൻഡ് സർവോദയ പ്ലാൻ 1950 ജയപ്രകാശ് നാരായൺ എന്ന് പറയുന്ന ദേശീയ തലത്തിൽ സ്വാതന്ത്ര്യലാബ്ധിക്ക് ശേഷം പ്രകടമായ മാറ്റങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ച ഒരു വ്യക്തി ജയപ്രകാശ് നാരായണന്റെ സർവോദയ പദ്ധതി. ഈ 4 പദ്ധതികൾ കൃത്യമായും എൻ്റെ മക്കൾ ഓർത്തു വെക്കുക. ഇത് കൃത്യമായി തന്നെ നിങ്ങൾ ഓർത്തു വെക്കും എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ 1950 മാർച്ച് 15 ഇന്ത്യയിൽ വരികയാണ് മറ്റാരുമല്ല, ദ ഹിസ്റ്റോറിക്കൽ ഫാക്ട്, ദ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ആൻഡ് ദ ഹിസ്റ്റോറിക്കൽ ഇൻസിഡന്റ്, മറ്റൊന്നുമല്ല ആസൂത്രണ കമ്മീഷൻ. 1950 മാർച്ച് മാസം 15 ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. ആസ്ഥാനം യോജന ഭവൻ ന്യൂഡൽഹി ആയിരുന്നു. അധ്യക്ഷൻ അതാരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അധ്യക്ഷൻ അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ്. ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയാണ്. അപ്പോൾ ആദ്യമായി ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ വരുന്നത് 50 ആസൂത്രണ കമ്മീഷൻ 50 മാർച്ച് 15 വന്നു. ആസ്ഥാനം യോജന ഭവനാണ്. അധ്യക്ഷൻ പ്രധാനമന്ത്രി. ആരാണോ ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇപ്പോഴും ആസൂത്രണ കമ്മീഷൻ ഉണ്ട് എങ്കിൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അതിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ്. ആരാണോ ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹമാണ് അതിന്റെ അധ്യക്ഷൻ. ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു, ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ഇനി നോക്കുക, ഈ സ്ഥാപനം ഒരു ഉപദേശക സമിതിയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഉപദേശക സമിതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആസൂത്രണ കമ്മീഷൻ ഒരു അഡ്വൈസറി ബോഡി ആയിരുന്നു. അതായത് സ്വാതന്ത്ര്യലാബ്ധിക്ക് ശേഷം നിലവിൽ വന്ന ഇടക്കാല ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് ഒരു മീറ്റിംഗ് നടത്തുകയും ആ മീറ്റിംഗിലൂടെ രൂപീകരിച്ച ഒരു ഓർഗനൈസേഷനാണ് ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമത്തിൽ നിന്നും വന്നതല്ല ആസൂത്രണ കമ്മീഷൻ. ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന ഏതെങ്കിലും ഒരു സ്പെസിഫിക് കോൺസെപ്റ്റ് ഒരു ആർട്ടിക്കിളിൽ നിന്നും വന്നതല്ല ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമല്ല. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ ഒരു നിയമപരമായ സ്ഥാപനമല്ല. മറിച്ച് ഒരു ക്യാബിനറ്റ് മീറ്റിംഗിലൂടെ, ഒരു ക്യാബിനറ്റ് മന്ത്രിസഭയുടെ മീറ്റിംഗിലൂടെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ആൻ അഡ്വൈസറി ബോഡി. ഇതൊരു ഉപദേശക സമിതി മാത്രമാണ്. ആദ്യ അധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയാണെന്ന് പറയുന്നു. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷൻ മൊണ്ടേഗു സിംഗ് അലുവാലിയ. ഇത് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. മക്കളെ മനസ്സിലാക്കുക, പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആസൂത്രണ കമ്മീഷനാണ്. പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ നൽകുന്നത് ആസൂത്രണ കമ്മീഷനാണ്. 1965
അതായത് നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ, ദേശീയ ആസൂത്രണ കൗൺസിൽ നിലവിൽ വന്നു. ജനറൽ PSCക്ക് സമീപകാലത്ത് ചോദിച്ച ചോദ്യമാണ്. ദേശീയ ആസൂത്രണ കൗൺസിൽ നിലവിൽ വരുന്നത് 1965-ലാണ്. 1965-ലാണ് ദേശീയ ആസൂത്രണ കൗൺസിൽ നിലവിൽ വരുന്നത്. ഇവിടെ നോക്കുക, ആസൂത്രണ ബോർഡ് എവിടെ? സംസ്ഥാന തലത്തിൽ ആസൂത്രണ ബോർഡ് വരുന്നത് 1967 സെപ്റ്റംബറിലാണ്. സംസ്ഥാന തലത്തിൽ. ദേശീയ തലത്തിൽ പ്ലാനിംഗ് കമ്മീഷന് സമാനമായി സംസ്ഥാന തലത്തിൽ ആസൂത്രണ ബോർഡ്, സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് നിലവിൽ വരുന്നത് 1967-ലാണ്. സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കും. ഇന്ത്യൻ ആസൂത്രണത്തിന് ചില പൊതുവായ ലക്ഷ്യങ്ങളുണ്ട്. 4 കോൺസെപ്റ്റുകളാണ് നമുക്ക് പഠിക്കേണ്ടത്. ഏറ്റവും ഉയർന്ന തലങ്ങളിൽ പോലും ഈ 4 കോൺസെപ്റ്റുകൾക്ക് പ്രാധാന്യമുണ്ട്. ഒന്ന്, സാമ്പത്തിക വളർച്ച. മക്കളെ, ഏതൊരു രാജ്യവും, അത് ഇന്ത്യയല്ല, ഏതൊരു രാജ്യവും ആസൂത്രണം നടത്തുന്നതിൻ്റെ ഏറ്റവും പരമമായ ലക്ഷ്യങ്ങളിലൊന്ന് ആ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനത്തിൽ വർധനവുണ്ടാകുക എന്നുള്ളതാണ്. ഒരു രാജ്യത്തിൻ്റെ ദേശീയ വരുമാനത്തിലുള്ള വർധനവിനെയാണ് നമ്മൾ എക്കണോമിക് ഗ്രോത്ത് അഥവാ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. ഇന്ത്യയും മത്സരിക്കുകയാണ് സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി. അപ്പോൾ ആസൂത്രണത്തിൻ്റെ അല്ലെങ്കിൽ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുവായ ലക്ഷ്യങ്ങളിൽ ഒന്ന് അത് സാമ്പത്തിക വളർച്ചയാണെന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് ഒരു സംശയവുമില്ലല്ലോ. 2, ആധുനികവൽക്കരണം, അല്ലെ? മോഡേണൈസേഷൻ എന്ന് പറയുന്നത് അത് ഫാക്റ്റാണ്. എങ്ങനെയാണ്? നിലവിലെ സാഹചര്യത്തിൽ ജീവിച്ചു പോകുമ്പോൾ നിലവിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയും നിലവിലെ സാഹചര്യങ്ങളിൽ ഏറ്റവും മികച്ചതിനെ തിരഞ്ഞെടുക്കേണ്ടതിൻ്റെയും ആവശ്യകതയുണ്ട്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് ആ രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാര വർധനവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ ബോർഡാണ്, എൻ്റെ പോക്കറ്റിലിരിക്കുന്നത് മൊബൈൽ ഫോണാണ്. ഇത് ടെക്നോളജിയാണ്, അത് മോഡേണൈസ്ഡ് ടെക്നോളജിയാണ്. സ്വാഭാവികമായും നമ്മൾ എന്ത് ചെയ്യണം? ആധുനികവൽക്കരണത്തിന്റെ ഭാഗമാകണം. നമ്മുടെ രാജ്യത്തേക്ക് കൃത്യമായ രീതിയിൽ നല്ല ആസൂത്രണത്തിന്റെ ഭാഗമായി സാമ്പത്തിക വളർച്ച കൈവരിക്കുമ്പോൾ തന്നെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകളും നമ്മൾ ഉപയോഗിക്കുകയും വേണം. ഇനി മൂന്നാമത്തത് സ്വാശ്രയത്വം, സെൽഫ് സഫീഷ്യൻസി എന്ന് പറയും. മറ്റൊരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഈ രാജ്യത്തിനകത്ത് തന്നെ വിഭവങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയോടെ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അതിനെ നമുക്ക് സ്വാശ്രയത്വം എന്ന് പറയാം. അതിനും കൂടിയല്ലേ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇനി സമത്വം, എല്ലാവരിലേക്കും എത്താൻ, രാജ്യത്തെ വിഭവങ്ങൾ എല്ലാവരിലേക്കും എത്താൻ, രാജ്യത്തെ സേവനങ്ങൾ എല്ലാവരിലേക്കും എത്താൻ, രാജ്യത്തെ വ്യവസായ ഗുണങ്ങൾ എല്ലാവരിലേക്കും എത്താൻ, അത് സമത്വമാണ്. ഈ 4 പരമമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ആസൂത്രണം പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ആസൂത്രണത്തിന്റെ പൊതുവായ ലക്ഷ്യങ്ങൾ ഇവയെല്ലാമാണ്. ഇനി ഈ പറയുന്ന സ്ഥാപനങ്ങൾ കൂടാതെ, ഈ പറയുന്ന ആശയങ്ങൾ കൂടാതെ ഇൻട്രൊഡക്റ്റീവായിട്ട് നമുക്ക് പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറയുന്നത്, ദേശീയ ആസൂത്രണ സമിതി എന്ന് പറയുന്നത്, ദേശീയ വികസന സമിതി എന്ന് പറയുന്നത്. ദേശീയ വികസന സമിതി NDC എന്ന് പറഞ്ഞാൽ 5 പഞ്ചവത്സര പദ്ധതികൾ മാതൃകയാക്കിയ ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. ഈ പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്ന സ്ഥാപനം എന്ന് പറയുന്നത് ദേശീയ വികസന സമിതിയാണ്. വിച്ച് ഏജൻസി ഗിവ്സ് ഫൈനൽ അപ്രൂവൽ ഓഫ് പ്ലാൻസ് ഇൻ ഇന്ത്യ? ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്ന സ്ഥാപനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് NDC ആണ്, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ്. 1952 ഓഗസ്റ്റ് മാസം 6-ാം തീയതിയാണ് നിലവിൽ വരുന്നത്. അതിൻ്റെയും ചെയർമാൻ ആര് തന്നെയാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയാണ്. ഞാൻ ഈ NDCയുടെ ആഴത്തിലേക്ക്, പ്ലാനിംഗ് കമ്മീഷന്റെ ആഴത്തിലേക്ക് പോകാതിരിക്കുന്നത് കാരണം നമുക്ക് നിലവിൽ അത് റെലവൻ്റ് അല്ല. പക്ഷേ 5 പ്ലാൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് നമുക്ക് പഠിച്ചേ പറ്റൂ. ഇനി നോക്കുക, ആസൂത്രണം എന്ന് പറയുന്ന ഒരു സാധനം, ആസൂത്രണം അഥവാ പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ഇന്ത്യയിലെ ഭരണഘടനാപരമായി ഏത് ലിസ്റ്റിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം പറഞ്ഞോണം, കൺകറന്റ് ലിസ്റ്റിലാണ്. ആസൂത്രണം ഏത് ലിസ്റ്റിലാണ്? കൺകറന്റ് ലിസ്റ്റിലാണ്. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഇതാണ് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രാഥമിക ഭാഗം എന്ന് പറയുന്നത്. മറ്റ് ഭാഗങ്ങളുടെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് ഇനിയും നമുക്ക് കാണാം. നന്നായി പഠിക്കുക. HSA സോഷ്യൽ സയൻസ് കോഴ്സിലേക്ക് നിങ്ങൾ ഏവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ക്ലാസ്, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ എനർജി. So let me meet again. Bye.